ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആനന്ദ് ശ്രീബാല എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഇതിന്റെ ഡയറക്ടർ നമ്മുടെ വിഷ്ണു വിനയ് ആണ്. അതായത് നമ്മുടെ വിനയന്റെ മകനാണ്. ആകാശഗംഗ 2 നായകൻ കൂടിയാണ് പുള്ളി. അപ്പൊ അഭിനേതാവ് എന്ന നിലയിൽ നിന്ന് ഇപ്പോൾ ഡയറക്ഷൻ എന്നുള്ള നിലയിലേക്ക് ഒരു പരീക്ഷണാർത്ഥം വന്നിരിക്കുകയാണ് നമ്മുടെ വിഷ്ണു വിനയ്. ഞാൻ ആ സിനിമ കണ്ടതിന് ശേഷമുള്ള അഭിപ്രായമാണ് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു വളരെ നന്നായിട്ട് പുള്ളി ആ സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ വിനയന്റെ പ്രേത സിനിമകളുടെ ഒരു ചെറിയൊരു അംശം ഇതിനകത്തും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. കാരണം മരിച്ചുപോയ അമ്മയെ കാണുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പൊ അതെനിക്ക് തോന്നുന്നു പഴയ ആ ഒരു ലിങ്ക് വിട്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ അത് നന്നായിരുന്നു, കുഴപ്പമില്ല. ഇതിൽ നായകനായിട്ട് വരുന്നത് അർജുൻ അശോകനാണ്. അർജുൻ അശോകൻ തന്റെ റോള് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീബാല എന്നുള്ള ഒരു പോലീസുകാരിയുടെ മകനായിട്ടാണ് അർജുൻ അശോകൻ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ മരിച്ചുപോയ അമ്മയുടെ സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ തനിക്കും പോലീസുകാരനാകണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് സിനിമ തുടങ്ങുന്നതും അങ്ങ് മുന്നോട്ട് പോകുന്നതും. ഒരു സാധാരണക്കാരൻ എന്നുള്ളതിനപ്പുറം നമ്മുടെ അർജുൻ അശോകന്റെ റോള് ആനന്ദ് ശ്രീബാല പോലീസുകാരിയുടെ മകൻ ആണ്. അത് മാത്രമല്ല, പുള്ളിക്ക് അത്യാവശ്യം നല്ല കോണ്ടാക്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അങ്ങോട്ടുള്ള സിനിമയുടെ പോക്ക് വളരെ എന്താ പറയണ്ടേ, ആനന്ദ് ശ്രീബാലയ്ക്ക് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിലേക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ കേരള പോലീസിന്റെ ഒരു വലിയ സംവിധാനത്തിനപ്പുറം പഴയ കേസ് ഡയറികൾ പഠിക്കുന്നതിലും അതിന്റെ ചില ഊരാക്കുരുക്കുകളെ കുറിച്ച് പിന്നീട് ഇതിങ്ങനെയൊക്കെ ഉണ്ട് അതിനകത്ത് എന്നൊക്കെ സംസാരിക്കുന്നതിലും അത് കണ്ടെത്തുന്നതിനൊക്കെ വളരെ സാമർഥ്യം കാണിക്കുന്ന ഒരാളാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ലീഡ് റോൾ അഭിനയിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞു. ആനന്ദ് ശ്രീബാല എന്നുള്ള റോള് നമ്മുടെ അർജുൻ അശോകനാണ്. കൂടാതെ നമ്മുടെ ഷൈജു കുറുപ്പ് പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. അതുപോലെ സിദ്ദിഖ്, സംഗീത, പഴയ ചിന്താവിശ്യാശ്യാമളയിലെ നായികയായിട്ട് വന്ന സംഗീത ഒരു നല്ല വേഷത്തിലെത്തുന്നു. ഒരു പെൺകുട്ടിയുടെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളതാണ് ഇതിനകത്ത് തെളിയേണ്ടത്. ഈ സിനിമയിനകത്ത് മെയിനായിട്ട് ചർച്ച ചെയ്തു പോകുന്നത് അതാണ്. അപ്പൊ ഇത് ഒരു കേരള പോലീസിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ പല ഘട്ടങ്ങളിലും അതിന്റെ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളിലേക്കൊക്കെ കടക്കുമ്പോൾ ഇതിന് വളരെ യാദൃശ്ചികമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കേസിലേക്ക് ഇൻവോൾവ് ചെയ്യാനുള്ള റീസൺ ആനന്ദ് ശ്രീബാലയെ പോലെയുള്ള ഒരു സാധാരണക്കാരന് വരികയാണ്. അപ്പോൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ താൻ തന്നെ അന്വേഷിച്ച് പറ്റൂ എന്നുള്ള നിലയിലേക്ക് എത്തുന്നിടത്താണ് സിനിമ കുറച്ചും കൂടി ഒരു പിരിമുറക്കത്തിലേക്ക് എത്തുന്നത്. അത് വളരെ നന്നായിട്ട് തന്നെ അർജുൻ അശോകൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ സിനിമ അതങ്ങനെ പോകുന്നുണ്ട്, വളരെ ചടുലതയോടെ തന്നെ പോകുന്നുണ്ട്. പക്ഷെ കുറച്ചൊരു എന്താ പറയണ്ടേ, ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ പോലെയുള്ള സിനിമകളുടെ സ്പീഡ് അല്ലെങ്കിൽ അത്തരം ചെറിയൊരു കുറവ് നമുക്കിതിനകത്ത് കാണാറുണ്ടെന്നാണ്. വളരെ സ്വാഭാവികമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു മേക്കിംഗ്, റിയലിസ്റ്റിക് ആണ്. പക്ഷെ ചില ഏരിയയിൽ സ്പിരിച്വൽ ലൈനിലേക്ക് സിനിമ ചില ഘട്ടങ്ങളിലേക്ക് പോകേണ്ടതുണ്ടെങ്കിലും അവിടെയും ഈ മിതത്വം വിഷ്ണു വിനയ് വളരെ നന്നായിട്ട് തന്നെ പാലിച്ചിട്ടുണ്ട്. സിനിമ നന്നായിട്ട് പ്രേക്ഷകനെ എൻഗേജ് ചെയ്യിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഇതിനകത്തുള്ള 2 കഥാപാത്രങ്ങൾ, അതായത് അർജുൻ അശോകൻ, ഷൈജു കുറുപ്പ്, മെയിനായിട്ടുള്ള 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള ചില ഇഷ്യൂസ് ഉണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും അതിന്റെ ഒരു ഡെപ്ത് എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ ഒരു പരാജയപ്പെട്ടതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും നമുക്ക് ഇത് കാണാൻ വളരെ നന്നായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ സിനിമ തന്നെയാണ്. ഞാൻ അതിന്റെ ചില പ്രശ്നങ്ങൾ പറയുന്നത് മാത്രമാണ്. നല്ല ലോജിക് സെൻസിലൂടെ തന്നെ കഥ പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ ക്ലൈമാക്സിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്താ പറയണ്ടേ, അൺപ്രഡിക്റ്റബിൾ ആയിട്ട് തന്നെ ഇതിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതൊക്കെ വളരെ ആ സസ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും അതിന്റെ ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും അത് അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സിനിമക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ സിനിമ കണ്ടിറങ്ങി പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ സിനിമയുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഫീല് അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. പക്ഷെ എന്ത് തന്നെയായാലും നമ്മൾ കൊടുക്കുന്ന ഒരു മൂല്യത്തിന് നമ്മളൊരു ടിക്കറ്റ് എടുത്ത് കാണുന്നു, നമ്മുടെ സമയം ചെലവഴിക്കുന്നു, ആ സമയത്തിനും പണത്തിനും വളരെ നന്നായിട്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ, രസിപ്പിക്കാൻ സിനിമക്ക് പറ്റിയിട്ടുണ്ട്. എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, പോലീസ് വേഷത്തിലെത്തുന്ന നന്ദു
നന്ദ് പോലീസ് വേഷമാണ് ചെയ്യുന്നത്. പക്ഷെ ആ ക്യാരക്ടർ വളരെ നന്നായിട്ട്, അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം തന്നെയാണിത്. അത് വളരെ നന്നായി കൈകാര്യം ചെയ്യാൻ നന്ദുവിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. വളരെ തന്മയത്വത്തോടെ തന്നെ നന്ദു ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയി കാണാൻ പറ്റിയ നല്ലൊരു കണ്ടിരിക്കാൻ പറ്റിയ പടം. ഓക്കെ.